നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-26 വർഷത്തെ ബി.എഡിനുള്ള ആപ്ലിക്കേഷൻ ആദ്യം MG യൂണിവേഴ്സിറ്റി വിളിച്ചിരുന്നു. ഇപ്പോഴത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ബി.എഡ് ഉൾപ്പെടെ നമുക്ക് അപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ MG യൂണിവേഴ്സിറ്റിയുടെ പോലെ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ് എത്തിയിരിക്കുന്നത്. എന്നാൽ MG യൂണിവേഴ്സിറ്റിയിൽ BSc കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഇത്തവണ ഉണ്ടായിരുന്നു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലില്ല. എല്ലാവരും അത് പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പതിവ് പോലെ തന്നെ MBAക്കാർക്കും അതുപോലെ BTechക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഓരോ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ അപ്ലൈ ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ എത്ര തരം കോളേജുകളാണുള്ളത്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എന്തൊക്കെയാണ് ഫീസ് സ്ട്രക്ചറിലുള്ള മാറ്റം, ഓരോ സ്ഥലത്തും എങ്ങനെയാണ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കാണുന്ന പിക്ചറിൽ നമ്മൾ കാണുന്നത് പോലെ 4 ടൈപ്പ് കോളേജസ് ആണുള്ളത്. ഒന്ന് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് 2 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ 2 എയ്ഡഡ് കോളേജസും ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ 11 എണ്ണം ഉണ്ട്. അതുപോലെ അൺഎയ്ഡഡ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജുകൾ 57 എണ്ണം ഉണ്ട്. ഗവൺമെൻറ് കോളേജിലും അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലും മെറിറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും അവിടെ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. 50% മെറിറ്റ് സീറ്റും 50% മാനേജ്മെൻറ്റ് സീറ്റുമാണ്. ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ഫീസ് വളരെ തുച്ഛമായിട്ടുള്ള, ഏകദേശം മാക്സിമം പോയാൽ ഒരു 5000 രൂപയ്ക്കുള്ളിൽ അഡ്മിഷൻ കഴിയത്തക്ക രീതിയിലുള്ള ഫീസ് മാത്രമേ ഉള്ളൂ. എന്നാൽ എയ്ഡഡ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കും അതുപോലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ തന്നെയാണുള്ളത്. മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഫീസ് വ്യത്യാസമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ നമ്മൾ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്നതാണെങ്കിലും നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൻ്റേത് പോലുള്ള ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടേക്ക് നമുക്ക് മെറിറ്റ് സീറ്റിനും മാനേജ്മെൻറ്റ് സീറ്റിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫീസുണ്ട്. മെറിറ്റ് വരുമ്പോഴത്തേക്ക് ഫീസ് തുക കുറവാണ്, എന്നാൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഫീസ് വ്യത്യാസമുണ്ട്. അടുത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. BAയോ അല്ലെങ്കിൽ BSc ഡിഗ്രിയോ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 50% മാർക്കോട്, ജനറൽ സീറ്റിനാണെങ്കിൽ 50% മാർക്കോട് കൂടിയ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് PG ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വെയിറ്റേജ് കിട്ടും. എന്നാൽ നമ്മൾ PGയുടെ ബേസിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ ലാംഗ്വേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് MAയുടെ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ PGയുടെ മാർക്ക് കൺസിഡർ ചെയ്താണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് PGയുടെ വെയിറ്റേജ് കിട്ടത്തില്ല. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇനി ഇപ്പോൾ BTech ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് 55% മാർക്ക് വേണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ക്വാളിഫിക്കേഷൻ വേറുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്, അതായത് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നമ്മൾ നേടിയിട്ടുള്ളതെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒക്കെ ആണെങ്കിൽ ഈക്വലൻസിയുടെ ആവശ്യം വരുന്നില്ല. പക്ഷേ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഇപ്പോൾ ഇതിൻ്റെ കൂടെ കൊമേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം റിസൾട്ടും അതിൻ്റെ കോഴ്സ് സ്ട്രക്ചറും ഒക്കെ തീർന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. കൊമേഴ്സിന് നമുക്ക് MCOM വേണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. അല്ലെങ്കിൽ MBA ഉള്ളവർക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലേ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ കൊമേഴ്സ് വരുന്നവർക്ക് നമുക്ക് PGയുടെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 10+2+3 നമ്മുടെ നോർമൽ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 ഇയർ അല്ലാതെ നമ്മൾ പഠിച്ച ഡിഗ്രികളൊക്കെ ആണെങ്കിൽ, അതായത് ഡബിൾ മെയിൻ ആയിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതിലേത് വിഷയമാണോ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇനി ഡബിൾ മെയിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചവരുണ്ട്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊക്കെ പഠിച്ചു വന്നവരാണെങ്കിലും നമ്മൾ അതിന് ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ B.Ed എടുക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിൽ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിയേ തീരത്തുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ്
സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ഫീസ് വരുന്നത് എന്നുള്ളതാണ്. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മെറിറ്റ് സീറ്റിലാണെങ്കിൽ നമുക്ക് 45,000 രൂപയാണ് മെറിറ്റ് സീറ്റിന് വരുന്നത്. പക്ഷേ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 60,000 രൂപയാണ് ഒരു ഇയറിൽ നമുക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ഇത് 2 സെമസ്റ്ററായിട്ട് നമ്മൾ ഫീസ് അടച്ചാൽ മതിയാവും. പിന്നെ ഇനി എപ്പോഴും ചോദിക്കാറുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. എന്തായാലും ഏത് സീറ്റിലേക്കായാലും ഓൺലൈൻ അപ്ലൈ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ 2 സീറ്റിലേക്കും പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കോളമുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യണം. കമ്മ്യൂണിറ്റി കോട്ടയും അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയും ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ ഡയറക്റ്റ് അതാത് കോളേജുകളിൽ നിന്ന് നേരിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റൊക്കെ തന്നെ നേരത്തെ ഫില്ലായി പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, വളരെയധികം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ പോലും ഒരു സബ്ജക്റ്റിന് മാക്സിമം നമുക്ക് 5 സീറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നേരത്തെ ബുക്കായി പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ മാനേജ്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിലേക്ക് പോവാം. 3 സ്റ്റെപ്പാണ് പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത്. കഴിവതും മൊബൈലിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പല ആപ്പുകളും അല്ലെങ്കിൽ പല സെക്ഷനും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയൊരു 2-3 വർഷത്തേക്ക് കൂടി മാത്രമേ 2 വർഷത്തെ B.Ed കണ്ടിന്യൂ ചെയ്യൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ചാൻസ് വെറുതെ കളയരുത്. അതുകൊണ്ട് മൊബൈലിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒക്കെ ചെയ്യാനായിട്ട് നിന്ന് റിസ്ക് എടുക്കാതിരിക്കുക. അറിയാവുന്ന ഒരാളിനെ കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്താണ് ക്യാപ്പ് ID ജനറേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മൊബൈൽ നമ്പർ എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ എൻട്രി ചെയ്ത് ഒരു OTP വന്നതിന് ശേഷമാണ് നമ്മൾ അതുവഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൊബൈലൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു നമ്പർ ഏതാണെന്നൊക്കെ ഉള്ളത് ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷനും കോളേജ് സെലക്ഷനും വെരിഫിക്കേഷനും ഒക്കെ തന്നെ നമുക്ക് 2ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയാൽ മതി. പലരും പല കാറ്റഗറിയിലുള്ള, അതായത് ഇപ്പോൾ 5 പോയിൻറ്റ് സ്കെയില്, 7 പോയിൻറ്റ് സ്കെയില് അല്ലെങ്കിൽ ഓൾഡ് സ്കീമിൽ ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവാം. പഴയ വേറെ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിനകത്ത് ഓപ്ഷനുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷവും അതിന് തൊട്ട് മുന്നത്തെ വർഷവും ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയറിനോടനുബന്ധിച്ച് ഇതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോകൾ ചാനലിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് അത് എൻട്രി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു കാരണവശാലും ഒരു സംശയങ്ങളും ബാക്കി വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഒരു അസംഷനിൽ ഫില്ല് ചെയ്യാതിരിക്കുക. കാരണം ചാൻസ് കളയരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലേക്ക് ചോദിക്കുക. നമുക്ക് അപ്പം തന്നെ മറുപടി അറിയാമെന്നുള്ളതാണെങ്കിൽ അപ്പോഴിടും. ഇല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ അതെന്തായാലും റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കഴിവതും എല്ലാ കമൻറ്റുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, ഇത്ര % ഉണ്ട് എന്നൊക്കെയുള്ള മെസ്സേജുകൾ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് തന്നെ ഉറപ്പില്ല. കാരണം ഇത്ര കുട്ടികൾ ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾ അപ്ലൈ ചെയ്തവരുടെ മാർക്കിൻ്റെ റേഞ്ച് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര % കിട്ടും എന്നുള്ളത് അല്ലെങ്കിൽ എത്ര % വരെ അഡ്മിഷൻ നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോളേജ് സെലക്ഷനിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം ഒരുപാടുണ്ട്. ആദ്യം ഒരു തവണ യൂണിവേഴ്സിറ്റി ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റിയിലൊന്നും ട്രയൽ വരികയോ അല്ലെങ്കിൽ നമുക്ക് കോളേജസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരികയോ ഒന്നും ഇല്ലാതിരുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാ വർഷവും കോളേജിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും ഏത് കോളേജിൽ എത്ര മാർക്ക് വരെയാണ് അഡ്മിഷൻ പോയേക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ സെലക്ട് ചെയ്തത് തെറ്റായി പോയോന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം ആർക്കും വേണ്ട. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കഴിവതും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ചേഞ്ച് വരുത്താതെ അല്ലെങ്കിൽ തെറ്റ് വരുത്താതെ
ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ദിവസത്തെ ഒരു സമയമൊക്കെ അനുവദിക്കുമെങ്കിലും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മൊബൈലിൽ നിന്നൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ക്രൂഷ്യൽ ടൈമാണ്. നമ്മുടെ ഒരു ചാൻസ് പോവാനായിട്ടുള്ള റിസ്ക് ആരും എടുക്കരുത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ആപ്ലിക്കേഷൻ വിളിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെയും അതുപോലെ അഡ്മിഷൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ചാനലിൽ എത്തുന്നതാണ്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.